നടി ഹണി റോസിന്റെ പരാതിയിൽ ഇന്ന് രാവിലെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. ബോബി ചെമ്മണ്ണൂരുമായി പോകുന്ന അന്വേഷണ സംഘത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എറണാകുളം ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മെട്രോ തൂണുകളൊക്കെ കാണാം. അപ്പോൾ ആലുവ കഴിഞ്ഞു. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂർ എത്തും. ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെയാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ സഹായത്തോടുകൂടി അന്വേഷണ സംഘം ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഉടനെ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തും. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യം, വളരെ വേഗത്തിലാണ് ഇതിന്റെ നടപടികൾ അന്വേഷണ സംഘം പോലീസ് പൂർത്തിയാക്കുന്നത്. അല്പസമയം മുൻപ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. രാഗിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, എപ്പോൾ എത്തും അവിടേക്ക്? ഒരു 15 മിനിറ്റിനകം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നതാണ് വ്യക്തമാകുന്നത്. പോലീസ് സംഘം ഇപ്പോൾ ഇവിടേക്ക് അടുത്ത് എത്താറായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട 3 വകുപ്പുകളാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒന്ന് BNS-ലെ 75 സബ്സെക്ഷൻ 1, അതോടൊപ്പം തന്നെ 4, കൂടാതെ IT ആക്ടിലെ 67. ഇത്രയും വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നോൺ വെയിലബിൾ ആണ്. ഇവിടെ എത്തിയ ശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ ഹാജരാക്കാനുള്ള സാധ്യതയുമുണ്ട്, അല്ലെങ്കിൽ നാളെ എന്ന നിലയിലാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചടുല നീക്കമാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പരാതിക്കാരി ഹണി റോസ് ഇത്തരത്തിൽ പരാതി കൊടുക്കുന്നു. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നു. രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തുന്നു. ഈ ഘട്ടത്തിൽ തന്നെ അക്യൂസ്ഡിനെ തിരഞ്ഞ് പോലീസ് സംഘം വയനാട്ടിലേക്ക് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ എത്തി ഇന്ന് പുലർച്ചയോടുകൂടി കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിൽ പ്രധാനമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാഗിനിലേക്ക് വരാം. നമ്മൾ ബോബി ചെമ്മണ്ണൂരിന്റെ വളരെ ക്ലോസ് വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരുമായുള്ള അന്വേഷണ സംഘത്തെ നമ്മുടെ ടീമും ഫോളോ ചെയ്യുന്നുണ്ട്. വിഷ്ണു നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, നിങ്ങൾ എവിടെ എത്തി? ആര്യ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള പോലീസ് വാഹനം കണ്ടെയ്നർ റോഡിൽ കയറി കണ്ടെയ്നർ റോഡിൽ നിന്ന് FACT പരിസരത്തുള്ള സിഗ്നലിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെ, ഒരു 20 മിനിറ്റോടത്തിനകം ഈ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലോട്ട് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൗൺ വഴി പോയാൽ ബ്ലോക്ക് ഉള്ളതിനാൽ, എടപ്പള്ളിയിലും കല്ലൂരിലും അടക്കം ബ്ലോക്ക് കിട്ടുന്നതിനാൽ ഇവർ കണ്ടെയ്നർ റോഡ് വഴി, ആലുവ കഴിഞ്ഞ് കളമശ്ശേരിയിൽ നിന്ന് കണ്ടെയ്നർ റോഡ് വഴിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ടുള്ള വാഹനം പോകുന്നത്. ഒരു പോലീസ് വാഹനമാണുള്ളത്. എറണാകുളം നോർത്ത് പോലീസിന്റെ കീഴിലുള്ള വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂരും പോലീസ് വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ആ വാഹനത്തിന്റെ തൊട്ട് പിന്നിൽ തന്നെയുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ സ്വകാര്യ വാഹനവും ഈ ഒരു അകമ്പടിയായി ഇവർക്കൊപ്പം തന്നെ പോരുന്നുമുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ വച്ച് വിശദമായി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇന്ന് രാവിലെയോട് കൂടി ഈ ബോബി ചെമ്മണ്ണൂരിനെ പിടിക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് പുത്തൂർവയലിലുള്ള വയനാട് ജില്ലാ പോലീസിന്റെ ക്യാമ്പിൽ കൊണ്ടുവരുന്നു. അവിടെ നിന്നുമാണ് റോഡ് മാർഗം ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തത് എറണാകുളത്തായതിനാൽ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇനി ഇവിടെ വിശദമായ ചോദ്യം ചെയ്യും. അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള മറ്റു കാര്യങ്ങളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള മറ്റു ഇതിന്റെ രീതികളുണ്ട്, ഓരോ നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം ഇതിനുശേഷം മാത്രമായിരിക്കും. എന്തായാലും എറണാകുളത്തോട്ടുള്ള വഴിയിൽ ഇപ്പോൾ എറണാകുളം ആലുവ പിന്നിട്ട് കളമശ്ശേരിയിൽ നിന്ന് കണ്ടെയ്നർ റോഡ് വഴിയുള്ള ഒരു സിഗ്നലിൽ കിടക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റിന് അകം ഏകദേശം ഒരു 20 മിനിറ്റ് സമയം കൂടി എടുക്കും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കാൻ. FACT കഴിഞ്ഞു. ഇപ്പോൾ കണ്ടെയ്നർ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരുമായി അന്വേഷണ സംഘം ഇപ്പോൾ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമ്മളോട് സംസാരിച്ച കൊച്ചി DCP അശ്വതി ജിജി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി ക്ലാരിറ്റി വരേണ്ടത്.